ഓക്കെ ഗൈസ്, അപ്പം ആക്ച്വലി നമ്മൾ ലൈവ് വന്നത് ഇത് പറയാനാണ് മെയിൻ ആയിട്ട്. നമ്മൾ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നസ്രിയ വീണ്ടും തിരിച്ചുവന്നു വമ്പൻ ഹിറ്റ് നൽകിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി. സിനിമയുടെ പ്രൊമോഷനും മറ്റുമായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന നസ്രിയ പെട്ടെന്നൊരു ദിവസം കാണാതായി. അനിയന്റെ നിക്കാഹിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ നസ്രിയ കണ്ടില്ലെന്നും മാത്രമല്ല, പിറന്നാൾ ആഘോഷത്തിന് അത്രയും സെലിബ്രേറ്റ് വിഷ് ചെയ്തിട്ട് പോലും അതൊന്നും റീപോസ്റ്റ് പോലും നസ്രിയ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഫിലിം ക്രിട്ടിക് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആണ് അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതിനു മുമ്പും ഒരുപാട് പേർ നസ്രിയയെ അന്വേഷിച്ചു. ഇപ്പോഴിതാ തന്റെ പ്രതികരണവുമായിട്ടാണ് നസ്രിയ വന്നിരിക്കുന്നത്. നസ്രിയയുടെ ഈ ലോങ് ബ്രേക്കിന് പിന്നിൽ ഡൈവോഴ്സ് ആണ് എന്ന തരത്തിൽ വലിയ റൂമറുകളാണ് വരുന്നത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, കുറച്ചുനാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക, പിന്നീട് ഡൈവോഴ്സ് വാർത്ത പ്രഖ്യാപനം. ഇത് തന്നെയായിരുന്നു നസ്രിയ പോസ്റ്റ് ഇടുമ്പോൾ പലരും വിചാരിച്ചിരുന്നത്. എന്നാൽ അതിൽ അതല്ലായിരുന്നു പറഞ്ഞിരുന്നത്. താനൊരൽപ്പം മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ആണെന്നും തനിക്കതിന് കുറച്ച് സമയം വേണമെന്നും തന്റെ 30ാം പിറന്നാൾ, ന്യൂ ഇയർ, സൂക്ഷ്മദർശിനി വിജയമോ ഒന്നും തന്നെ ആഘോഷിക്കാൻ തനിക്കായില്ലെന്ന് മാത്രമല്ല, പല സഹപ്രവർത്തകരും വിളിച്ചപ്പോൾ അവരോടൊന്നും പ്രതികരിക്കാനും സാധിച്ചില്ല. എന്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമെന്നും വിചാരിക്കുന്നു. അവാർഡ് കിട്ടിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ മോശമെന്ന് തോന്നി. എന്റെ സിറ്റുവേഷൻ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എല്ലാവരും അത് മനസ്സിലാക്കി എന്റെ സിറ്റുവേഷനോട് ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നസ്രിയ പോസ്റ്റ് ഇട്ടത്. എന്ത് തന്നെയാണെങ്കിലും ഒരു ഡൈവോഴ്സ് വാർത്ത പറയാൻ അല്ലല്ലോ നിങ്ങൾ വന്നത് എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു. എത്രയൊക്കെയാണെങ്കിലും നസ്രിയ നാസിം ഫഹദ് എന്ന് തന്നെയാണ് നിങ്ങൾ ഈ താങ്ക്സ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വേർപിരിയൽ വാർത്തയുമായി വരില്ലെന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഫാൻസും കമന്റുമായി എത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.